2026 ഏപ്രിൽ 9 സിറാജ് എഡിറ്റോറിയൽ. യുദ്ധഭൂമിയിൽ നിന്ന് നയതന്ത്ര മേശയിലേക്ക്. ലോകം ശ്വാസമടക്കി പിടിച്ചുനിന്ന മണിക്കൂറുകൾക്കൊടുവിൽ പശ്ചിമേഷ്യയിൽ നിന്നൊരു ശുഭവാർത്ത. ചൊവ്വാഴ്ച രാത്രിക്കകം ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുത്തില്ലെങ്കിൽ ഇറാനിലെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമാക്കി ശക്തമായ ആക്രമണം നടത്തുകയും ഇറാനെ നാമാവശേഷമാക്കുകയും ചെയ്യുമെന്ന ട്രംപിന്റെ അന്ത്യശാസനയുടെ സമയം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് രണ്ടാഴ്ചത്തേക്ക് വെടിനിർത്തലിന് അമേരിക്കയും ഇറാനും സമ്മതിച്ച വാർത്ത പുറത്തുവന്നത്. ഇതൊരു സൈനിക പിന്മാറ്റമല്ലെങ്കിലും യുദ്ധത്തിന്റെ വക്കിൽ നിന്ന് നയതന്ത്രത്തിന്റെ മേശയിലേക്കുള്ള തിരിച്ചുനടത്തമെന്ന നിലയിൽ ശുഭസൂചകമാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ ആസിം മുനീറും നടത്തിയ നയതന്ത്ര ഇടപെടലാണ് വെടിനിർത്തൽ തീരുമാനത്തിലേക്ക് വഴി തുറന്നത്. ഇരുവരുടെയും അഭ്യർത്ഥന മാനിച്ചാണ് ഇറാനിൽ ബോംബാക്രമണം രണ്ടാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചതെന്ന് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുതയുടെ ആഴം കണക്കിലെടുക്കുമ്പോൾ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അനിവാര്യവുമായിരുന്നു. നയതന്ത്ര ചർച്ചകൾക്ക് സമയം നൽകണമെന്ന ഷെരീഫിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഇരു രാഷ്ട്രങ്ങളും വെടിനിർത്തലിന് സമ്മതിച്ചത്. ഒരു ശാശ്വത പരിഹാരത്തിനായി ചർച്ച നടത്താൻ വെള്ളിയാഴ്ച ഇരു രാഷ്ട്ര പ്രതിനിധികളെയും ഇസ്ലാമാബാദിലേക്ക് ക്ഷണിച്ചിരിക്കുകയുമാണ് ഷഹബാസ് ഷെരീഫ്. 1.5 മാസം നീണ്ട യുദ്ധത്തിനിടെ ഇത് രണ്ടാം തവണയാണ് താൽക്കാലിക വെടിനിർത്തലും ഇടവേളയും. രണ്ടാഴ്ച മുമ്പ് മാർച്ച് അവസാനത്തിലുമുണ്ടായി ഇന്നത്തേതിനു സമാനമായ സാഹചര്യം. 48 മണിക്കൂറിനകം ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്ന മാർച്ച് 24 ട്രംപിന്റെ പ്രഖ്യാപനം ലോകത്തെ ഭീതിയിലാഴ്ത്തിയതാണ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഊർജ്ജ ശൃംഖലകളിലൊന്നായ ഇറാന്റെ പ്ലാന്റുകൾ തകർന്നാൽ അത് ആഗോളതലത്തിൽ ഇന്ധനവിലയെയും വൈദ്യുതി ഉൽപ്പാദനത്തെയും ബാധിക്കുമായിരുന്നു. ആ സമയം അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് അന്ന് ട്രംപ് 5 ദിവസത്തെ സാവകാശം പ്രഖ്യാപിച്ചത്. ആ വെടിനിർത്തലിന് പിന്നിലും പാകിസ്ഥാന്റെ നീക്കങ്ങളായിരുന്നു. രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ തങ്ങളുടെ വിജയമെന്ന് അമേരിക്കയും ഇറാനും അവകാശപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചതിനെ തുടർന്നാണ് വെടിനിർത്തലെന്ന് ട്രംപ് പറയുമ്പോൾ യുദ്ധത്തിലെ തങ്ങളുടെ എല്ലാ ലക്ഷ്യവും കൈവരിച്ചെന്നും ശത്രുപക്ഷം ആഴ്ചകളായി വെടിനിർത്തലിനായി യാചിക്കുകയായിരുന്നുവെന്നുമാണ് ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ അവകാശവാദം. അമേരിക്കയെ ചരിത്രപരമായ നിസ്സഹായതയിലേക്കും പരാജയത്തിലേക്കും എത്തിച്ച ശേഷമാണ് ഇറാൻ വെടിനിർത്താൻ തീരുമാനിച്ചതെന്നും കൗൺസിൽ പറയുന്നു. ഈ അവകാശവാദങ്ങളുടെ നിജസ്ഥിതി എന്തായാലും ഹോർമുസ് കടലിടുക്ക് തുറക്കുന്ന സാഹചര്യത്തിലെത്തിയത് ആശ്വാസമാണ്. ആഗോള എണ്ണ വിപണിയെയും സാമ്പത്തിക വ്യവസ്ഥയെയും തകിടം മറിക്കുമായിരുന്ന ഒരു വലിയ ഭീഷണിയാണ് ഇതിലൂടെ താൽക്കാലികമായെങ്കിലും ഒഴിവാക്കപ്പെട്ടത്. അമേരിക്കയുടെ വലിയൊരു സൈനിക നീക്കത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാനായത് ഇറാനും ആശ്വാസകരമാണ്. ഈ ഇടവേള പ്രതിരോധ സംവിധാനം പുനഃസംഘടിപ്പിക്കാനും പുതിയ യുദ്ധതന്ത്രങ്ങൾ മെനയാനും ഇറാന് അവസരം നൽകുകയും ചെയ്യും. സാമ്പത്തികമായി തളർന്ന ഇറാന് വളരെ വിലപ്പെട്ടതാണ് ഈ സമയപരിധി. ആരാണ് ഒരു യുദ്ധത്തിലെ യഥാർത്ഥ വിജയി? ശത്രുവിന് എത്രത്തോളം നാശനഷ്ടം വരുത്തി എന്നതിനെ ആശ്രയിച്ചാണ് മിക്കപ്പോഴും വിജയിയെ നിർവചിക്കുന്നത്. എന്നാൽ ഏതൊരു രാജ്യവും സ്വന്തം പക്ഷത്തിന് വലിയ നാശനഷ്ടം വരുത്തിയാണ് വിജയം നേടുന്നതെന്ന കാര്യം കാണാതെ പോകരുത്. ഇത്തരം വിജയങ്ങളെ പീർ വിക്ടറി, ജയിച്ചതുകൊണ്ട് കാര്യമായ നേട്ടമില്ലാത്ത, ജയിക്കാനായി ഒരുപാട് കാര്യങ്ങൾ ബലികഴിക്കേണ്ടി വന്ന അവസ്ഥ എന്നാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ വിജയി എന്നത് കേവലം അർത്ഥമില്ലാത്ത ഒരു പദവിയായി മാറുന്നു. അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ ഇരു രാഷ്ട്രങ്ങൾക്കുമുണ്ടായി വൻ നാശനഷ്ടങ്ങൾ. ഇറാന് നിരവധി സമുന്നത നേതാക്കളും സൈനിക സജ്ജീകരണങ്ങളും നഷ്ടമായി. സൈനികമായി അമേരിക്കയ്ക്കും വലിയ നഷ്ടം സംഭവിക്കുകയും രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് കനത്ത തിരിച്ചടിയേൽക്കുകയും ചെയ്തു. വിജയികളില്ല ഈ യുദ്ധത്തിൽ, പരാജിതരാണ് ഇരു രാജ്യവും. കൂടുതൽ നാശനഷ്ടം വിതച്ചവനെ പ്രത്യക്ഷത്തിൽ വിജയിയായി തോന്നിയേക്കാമെങ്കിലും നൈതികമായി അവരും പരാജിതരാണ്.
മാരകമായ സാങ്കേതിക ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ഇന്നത്തെ യുദ്ധങ്ങളിൽ സൈനികർക്കു പുറമെ സാധാരണക്കാരും നിരപരാധികളും വലിയ തോതിൽ കൊല്ലപ്പെടുന്നു. യുദ്ധം തീരുമാനിക്കുന്നത് ആരാണ് ശരിയെന്നല്ല, ആരാണ് ബാക്കിയുള്ളതെന്നാണ് എന്ന റസലിന്റെ വാക്കുകൾ അർത്ഥവത്താണ്. കൊലപ്പെടുത്തിയവരുടെ എണ്ണമല്ല, സംരക്ഷിക്കപ്പെട്ട ജീവിതങ്ങളുടെ എണ്ണമാണ് വിജയത്തിന്റെ അളവുകോലാക്കേണ്ടത്. എത്ര പ്ലാന്റുകൾ തകർത്തു, എത്ര നാശനഷ്ടങ്ങൾ വരുത്തിയെന്നതിനേക്കാൾ ഒരു മഹാദുരന്തം ഒഴിവാക്കാൻ ഏത് രാജ്യമാണ് വിവേകപൂർണമായ നിലപാട് സ്വീകരിച്ചത് എന്നതിനെയും അടിസ്ഥാനമാക്കണം അമേരിക്ക ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകളിൽ വിവേകവും മനുഷ്യത്വവുമാണ് നേതാക്കളിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്നത്. ഇനിയും ആയുധമെടുക്കാൻ ഇടയാക്കാതെ ചർച്ചയിൽ ഒരു ശാശ്വത പരിഹാരം ഉരുത്തിരിയുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആഗോള സമൂഹം.